കറുത്ത് കരിവാളിച്ചിരുന്ന എൻ്റെ ഈ കൈയിനെ വെറും ഒരു മാസം കൊണ്ട് ഞാൻ ഇങ്ങനെയാക്കി മാറ്റിയെടുത്തു. പക്ഷെ ആ ഒരു മാസവും ഞാൻ എൻ്റെ കൈ ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കുമ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഡാർക്ക് പിഗ്മെൻറ്റേഷൻ. അപ്പം എൻ്റെ ഈ ഒരു സിവിയർ ആയിട്ടുള്ള സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, ഡിസ്കളറേഷൻ ഇതെല്ലാം ഞാൻ മാറ്റിയെടുത്ത ഒരു ബ്യൂട്ടി DIY ആണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ എനിക്ക് വരാനുള്ള ഒരു കാരണമുണ്ട്. അതിന് പിന്നിലൊരു ചെറിയ കുട്ടി സ്റ്റോറി ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് മെയിനായിട്ട് മസൂർ ദാലാണ് കേട്ടോ. അത് 2 സ്പൂണ് പൊടിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എല്ലാം അളവ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. ഇപ്പോൾ ഞാൻ 2 സ്പൂണ് വെച്ചിട്ടാണ് എല്ലാം എടുക്കുന്നത്. സോ അപ്പോൾ ഞാൻ ആദ്യം 2 സ്പൂണ് പൊടിച്ച മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിലേക്ക് പാല് അല്ലെങ്കിൽ തൈര് നമുക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ സ്കിന്നിന് മിൽക്കിനെക്കാട്ടിൽ കുറച്ചും കൂടി ബെറ്റർ തൈരാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മിൽക്ക് വെച്ച് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ അതാണെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് മൂന്നും കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ, ഒരു കുഴമ്പ് രൂപത്തിൽ പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പം നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ 3 ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഭയങ്കര പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് കഴുകിയ ശേഷം കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ കളർ ചേഞ്ച് വന്നിട്ടുള്ളത്, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളത്, സൺ ടാൻ ആയിട്ടുള്ളത്, ആ ഭാഗത്തൊക്കെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാട്ടോ. കുറച്ച് തിക്കിന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ മസൂർ ദാലിൻ്റെ ഗുണങ്ങൾ ഒട്ടേറെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ മസൂർ ദാൽ നമ്മുടെ സ്കിൻ, അതായത് നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്താക്കും, സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൾനെസ് മാറ്റിയെടുക്കും. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ കുറയ്ക്കും. പിന്നെ അപ്പം തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ലൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും കൊണ്ടുവരും. അപ്പോൾ അത്രയ്ക്കും അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മസൂർ ദാൽ. അപ്പോൾ കയ്യിൽ ഞാൻ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിലുള്ള കറുത്ത പാടൊക്കെ മാറ്റാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കൈമുട്ടിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വന്ന ഈ ഒരു സിവിയർ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കളർ ചേഞ്ച് അല്ലെങ്കിൽ സൺ ടാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം, ഈ ഒരു കരിവാളിപ്പ് എങ്ങനെയാണ് വന്നത് എന്നതിൻ്റെ കാരണം, അതായത് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കോമഡി പോലെ ഉണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ഞാൻ നിങ്ങളോട് എന്തിനു മറച്ചു വയ്ക്കണം. വേറൊന്നുമല്ല, ഞാനൊരു സുപ്രഭാതത്തിൽ എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഒരു പോക്കങ്ങോട്ട് പോയി. മനസ്സിൽ സ്വന്തം ഞാൻ ഒരു റൈഡർ കണ്ണാപ്പിയെന്നൊക്കെ വിചാരിച്ചു, സോളോ ട്രിപ്പ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാൻ അങ്ങനെ പോയി. പക്ഷെ നല്ല നട്ടപ്ര വെയിലായിരുന്നു. ഒരു തരി പോലും ഞാൻ വേസ്റ്റ് ആക്കിയില്ല. എല്ലാ വെയിലും ഞാൻ നല്ലോണം അതൊന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ കൈ രണ്ടും അങ്ങനെ നല്ല സൺ ടാൻ അടിച്ചു. വെയിൽ കൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് പൊള്ളിയ പോലെയായി. എന്താ പറയുക, ചെറിയ ചെറിയ കുരുക്കളടക്കം വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയ ശേഷമാണ് എൻ്റെ കൈ ഇത്രയ്ക്കും ചേഞ്ച് ആയത് ഞാൻ അറിഞ്ഞത്. സോ അതാണ് ഇത്രയും സിവിയർ ആയിട്ടുള്ള ഒരു ടാൻ വരാനുള്ള കാരണം. പെട്ടെന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട് തന്നെ ഒരു പ്രീ പ്ലാനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലൗസോ ഒരു സ്കാർഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു 8ൻ്റെ പണിയും എനിക്ക് കിട്ടി. എനിവേ, എന്തായാലും നമ്മുടെ പാക്ക് ഇവിടെ ഒരു 20 മിനിറ്റ്സിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂത്രം വേണം. ആ സൂത്രമാണ് ഇത്. നമുക്കൊരു തക്കാളീൻ്റെ പകുതി പോർഷൻ, അതാണ് ഇനി നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്കിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോറി, എൻ്റെ ഈ കൂന്തലൊന്ന് ഒതുക്കട്ടെ. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം, പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. അപ്പം ഇനി നമ്മൾ ഈ ഒരു അരമുറി തക്കാളി വെച്ചിട്ടാണ് നമ്മുടെ കയ്യിലൊരു മാജിക് കാണിക്കാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ ആ ഒരു തക്കാളി നന്നായിട്ട് സ്ക്വീസ് ചെയ്യാട്ടോ കയ്യിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ക്രബ് ചെയ്യൂലേ ഫേസിലൊക്കെ, എന്ന പോലെ തന്നെ കയ്യിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുക. ഇട്ട് വരയ്ക്കണ്ട എന്ന ഒരു സ്മൂത്തായിട്ടുള്ളൊരു മസാജ് കൊടുക്കുക കേട്ടോ. തക്കാളിയുടെ നീര് കയ്യിൽ മൊത്തം ആവുന്ന പോലെ അതിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ അത് മസാജ് ചെയ്ത് ആ പാക്ക് ടോട്ടലി റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളിയിൽ സിട്രിക് ആസിഡാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ലൈറ്റനിങ് ആകാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ സിട്രിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ഇത് ഫേസിലോ സ്കിന്നിലോ അപ്ലൈ ചെയ്യുന്നത് ഇറിറ്റേഷനും ബേണിങ്ങും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിട്, അല്ലെങ്കിൽ ഇതുപോലെ പാക്കിൻ്റെ മേലെ ഇതിങ്ങനെ റബ്ബ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ബെറ്റർ. ടൊമാറ്റോ ശരിക്കും ഒരു സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ആക്രാന്തം കൂടിയിട്ട്
ഇത് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളയാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് വേഗം പോയി ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കുറച്ച് ഞാനൊന്ന് വൈപ്പ് ചെയ്തു കേട്ടോ. അപ്പം തന്നെ അടിപൊളി റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. സീ ദ ഡിഫറൻസ്, ഐ എം സോ സാറ്റിസ്ഫൈഡ്. കാരണം നോക്കുക, ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടോ, ശരിക്കും ഒരു എന്താ പറയുക, ലൈറ്റനിങ് ആയത് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നിതാ വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കൈയിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എത്ര വലിയ സിവിയർ ആയിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും കളർ ചേഞ്ച് ആണെങ്കിലും എല്ലാം ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഫ്റ്റർ കെയർ നമുക്ക് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ലോഷനോ മോയ്സ്ചറൈസറോ നിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ 2 വീലേഴ്സിൽ യാത്ര ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കയ്യിലൊരു സൺക്രീം അപ്ലൈ ചെയ്യുക, അത് മസ്റ്റാണ്. അത് കൂടാതെ കയ്യിൽ നല്ലൊരു ഹാൻഡ് ഗ്ലൗസും കൂടി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് സൺ എക്സ്പോഷർ കൊള്ളാണ്ടിരിക്കും കേട്ടോ. അതുവഴി നമുക്ക് ഇതുപോലത്തെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ, ഡിസ്കളറേഷൻ, കളർ ചേഞ്ച്, സൺ ടാൻ ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ മറ്റൊരു അതിലേക്കും ബൈ, സി യു.